ഹായ് ഓൾ, ഹൗ ആർ യു? അപ്പോൾ ഇന്നെൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. ബേസിക്കലി ഹസ്ബൻഡ് ഒരു മീൻ പ്രാന്തനാണ്. മീൻ ഉറക്കത്തുനിന്ന് വിളിച്ചിട്ട് ഇക്ക ഇങ്ങനെ മീനുണ്ട് കഴിക്കുമോ എന്ന് ചോദിച്ചാൽ പോലും എഴുന്നേറ്റിരുന്ന് മീൻ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് പിന്നെ നമ്മളെങ്ങനെ മീൻ ഒഴിവാക്കുക? അപ്പോൾ ഞാൻ പായസവും സാമ്പാറും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഐ തോട്ട് ഞാനൊരു സ്പെഷ്യൽ രീതിക്ക് മീൻ ഫ്രൈ ചെയ്യും. റീസെൻ്റ്ലി ഞാൻ കണ്ടുപിടിച്ചൊരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇത്തവണ ഇന്ന് എന്തായാലും അതുണ്ടാക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ്, ഇന്നത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി മീനെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. മീൻ റെഡിയാക്കൽ പണിയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ അല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിക്കുന്നിടത്ത് തന്നെ ഏകദേശമൊക്കെ ക്ലീൻ ചെയ്ത് തരും, പക്ഷെ അവരുടെ അകത്തുള്ള അഴുക്കൊന്നും എടുത്തു തരില്ല. അപ്പോൾ അത് മാത്രം എനിക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി, ബാക്കിയെല്ലാം അവർ ക്ലീൻ ചെയ്തിട്ടാണ് തരുന്നത്. അതുകൊണ്ട് പിന്നെ ഈ വേസ്റ്റ് കളയുന്ന പ്രശ്നം വരുന്നില്ല. പിന്നെ രണ്ടാമത് എനിക്ക് ഒട്ടും മീൻ ക്ലീൻ ചെയ്യാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഓൾ താങ്ക്സ് ടു മൈ മദർ ഇൻ ലോ, അവിടെ പോയിട്ടാണ് ഞാൻ ഈ മീൻ ക്ലീൻ ചെയ്യാൻ പഠിച്ചത്. പക്ഷേ മൈ ഗോഡ്, ദാറ്റ് വാസ് ഡിസാസ്ട്രസ് അറ്റ് ദാറ്റ് ഹൗസ്, ബട്ട് സ്റ്റിൽ അത് പഠിപ്പിച്ചല്ലോ. സോ ഐ എം താങ്ക്ഫുൾ ടു ഹർ. അങ്ങനെയെല്ലാം മീനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ഉള്ളി ഇപ്പോൾ സവോളയോ ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിലാണ് ബെസ്റ്റ്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ സവോളയുള്ളൂ. സവോള, മല്ലിയില, വെളുത്തുള്ളി ഇടുക മിക്സി ജാറിലോട്ട്. പിന്നെ നമുക്ക് കുറച്ച് പൊടികളാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്, നിങ്ങളുടെ എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിന് ആ മുളക് പൊടി ഇടുക. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി മസ്റ്റാണേ, മറക്കല്ലേ. അടുത്തത് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇടാം. ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ചിക്കൻ മസാല ഇടുന്നത്. അല്ലാണ്ട് അതും കൊണ്ട് ഒരുപാട് കോരി ഇട്ട് കഴിഞ്ഞാൽ മീൻ ഫ്രൈ ആണെന്ന് തോന്നത്തില്ല, അത് ചിക്കൻ കറി ആണെന്നേ തോന്നുള്ളൂ. അപ്പോൾ ഒരു ശകലം, വളരെ കുറച്ച് ഒരു ഫ്ലേവർ കിട്ടുന്ന രീതിക്ക് മാത്രമേ ഇടാവൂ. പിന്നെ ഗരം മസാല, അതും ഇതേപോലെ തന്നെ. അല്ല, മസാലകൾ അധികം ഇടുന്നതെല്ലാം കുറച്ച് ജസ്റ്റ് ആ മൊരിഞ്ഞ് വരുമ്പോൾ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ആവശ്യത്തിന് എന്താ പറയുക, പെരുംജീരകപ്പൊടി ഇട്ടോളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മസാലകളെല്ലാം കൂടി ഇടുന്നു, ഫ്രൈ ചെയ്യുന്നു, ഡൈജഷന് പ്രോബ്ലം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ജീരകപ്പൊടിയും പെരുംജീരകപ്പൊടിയൊക്കെ ഇടുന്നത്. അപ്പോൾ അതൊരാവശ്യത്തിന് ഇട്ടോളൂ, കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇച്ചിരി, ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നോർമലി ഉപ്പ് ഇച്ചിരി അധികമാണ് ഇടുക. ഉപ്പ് നല്ലോണം, അത് ആ ഒരു ഉപ്പ് അത്യാവശ്യം അതിൽ ആ ഇതിൽ എന്താ പറയുക ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അധികം ഉപ്പ് ഇടുക ചെയ്യുക. തരാ, അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലീൻ ചെയ്ത മീനുകളെല്ലാം വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഇതെല്ലാം കൂടി അങ്ങ് കൊട്ടുക. ആ അരപ്പെല്ലാം കൂടി നന്നായി ആ ഫിഷിലോട്ട് നന്നായി പരട്ടി നമ്മളൊരു 5 to 10 minutes, അർജൻറ്റാണ് പെട്ടെന്ന് ഫ്രൈ ചെയ്യണം എന്നാണെങ്കിൽ ഒരു 5 to 10 minutes എങ്കിലും അത് നമ്മൾ സൈഡിൽ വെക്കണം. എന്നാലേ അതൊക്കെ നന്നായി അതിലോട്ട് പിടിക്കുകയുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പറ്റുവാണെങ്കിൽ കുറച്ച് നേരം, ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. കേട്ടോ, ഞാൻ ഈ ആക്ടിങ് കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? 5 minute കഴിഞ്ഞ് വരാമെന്നാണ് ഈ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് മീനിനെ ഞാൻ തവയിലോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടിട്ടേ കൊതിയാവുന്നു. ഓക്കെ, ഇത് മൊരിയുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് മഴയൊക്കെ ആസ്വദിക്കാം. വാട്ടർ പുള്ളിയുടെ ബർത്ത്ഡേ ആൻഡ് മഴ, വാട്ട് എ കോമ്പിനേഷൻ, സോ ബ്ലെസ്ഡ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് മീൻ നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയാണ്. മസാല ഇച്ചിരി നല്ല ബ്ലാക്ക് കളർ ആവണം. അത് കരിയല്ല ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ ആ ബ്ലാക്ക് കളറാണ് അതിൻ്റെ ടേസ്റ്റ്. സോ നോട്ട് ഇറ്റ്.
സോ ടേസ്റ്റി. ഓക്കെ, ബൈ.